വാസ്കോളോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാവുന്ന ഒരു ടിപ്പാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും തന്നെ സ്വയം തന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 30 രൂപ ചിലവിൽ ഒരു ഹോസ് ക്ലിപ്പ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഒരു ഹോസ് ക്ലിപ്പ് വാങ്ങിയതിന് ശേഷം നമ്മൾ സ്കൂട്ടറിൻ്റെ ആക്സിലേറ്ററിലൊന്ന് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ തിരിക്കുന്ന സമയത്ത് ഓവർ ആക്സിലേറ്റർ വരാത്ത രീതിയിൽ അത് ലോക്കായി നിൽക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് പൊതുവെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനേക്കാൾ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കപ്പെടുകയും അങ്ങനെ വണ്ടി പെട്ടെന്ന് തന്നെ കുതിക്കുന്ന ഒരവസ്ഥ, പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്നും വണ്ടി സ്പീഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് നമ്മളിവിടെ ഈ ഒരു ട്രിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഹോസ് ക്ലിപ്പാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1 ഇഞ്ച് വട്ടത്തിൽ വരുന്ന ഹോസ് ക്ലിപ്പാണ് നമുക്ക് വേണ്ടത്. അതിൽ നമുക്കൊരു 3-4 ഇഞ്ച് നീളമുള്ള ഒരു ബോൾട്ടുമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കണം. ഒരു മിനിമം ആക്സിലറേഷൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. എത്രത്തോളം ആക്സിലറേഷൻ ആണോ നമുക്ക് വേണ്ടത് അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഹോസ് ക്ലിപ്പ് നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് കൂടുതൽ ആക്സിലേറ്റർ വരാത്ത രീതിയിലേക്ക് ഹോസ് ക്ലിപ്പ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൽ നമ്മൾ ആക്സിലേറ്ററിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഹോസ് ക്ലിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്ക്രൂ നമ്മളിതിൻ്റെ ബോൾട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം ഓൾറെഡി അതിൽ വരുന്നതിൽ ഏകദേശം ഒരു 1 ഇഞ്ച് നീളമൊക്കെ ഉണ്ടാവുള്ളൂ. ആ ബോൾട്ട് മാറ്റി നമ്മളൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ നീളമുള്ള ബോൾട്ടാണ് നമ്മൾ ഈ ഹോസ് ക്ലിപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബോൾട്ട് നമ്മൾ ഈ ബ്രേക്ക് പെഡലിൽ ജാമായി നിൽക്കും. അപ്പോൾ നമുക്കൊരു മാക്സിമം നമ്മൾ എത്ര ബലം കൊടുത്താലും കുറഞ്ഞൊരു ആക്സിലേറ്റർ മാത്രമേ നമുക്ക് വണ്ടിയിൽ ആക്സിലേറ്റർ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓവർ ആക്സിലറേഷൻ ഇല്ലാതെ നമുക്ക് അപകടം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ആക്സിലേറ്റർ ഇത്ര ആക്സിലേറ്റർ മാത്രമേ നമുക്ക് വണ്ടിയിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം ആക്സിലേറ്റർ കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ബോൾട്ട് ഈ ബ്രേക്ക് പെഡലിൽ വന്ന് തട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആക്സിലേറ്റർ ഒരിക്കലും കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓവർ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. കുറഞ്ഞ ആക്സിലറേഷനിൽ നമുക്ക് അപകടമൊന്നും കൂടാതെ പരസഹായമില്ലാതെ തന്നെ നമുക്ക് സ്കൂട്ടർ ഓടിക്കാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളും പഠിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ ട്രിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടെ ആക്സിലറേഷൻ മാത്രമാണ് നമ്മളിവിടെ കൺട്രോൾ ചെയ്യുന്നത്. ബാലൻസ് ഇല്ലാത്ത ആളുകളാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു പരസഹായം തേടേണ്ടതാണ്. കാരണം നമ്മൾ കാല് കുത്തിക്കൊണ്ടായിരിക്കും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പെട്ടെന്ന് കാല് കുത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വണ്ടി മറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആരുടെയെങ്കിലും സഹായത്തോടു കൂടി മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ആക്സിലറേഷൻ ഇല്ലാതെ നമുക്ക് പഠിക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ആക്സിലറേഷൻ്റെ അളവ് കുറച്ച് കൂട്ടി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ നോർമൽ രീതിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് കയറ്റങ്ങളിലൊക്കെ തന്നെ വണ്ടി കയറാത്തൊരു സാഹചര്യം വരും. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് ആക്സിലറേഷൻ കൂടുതൽ കിട്ടത്തക്ക രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് വാസ്കോ വ്ളോഗ്സ്.